ഹായ് ഗായ്സ്, വെൽക്കം ടു മസാല മൈൽ. സോ ഇത് നമ്മുടെ ക്യാപ്റ്റൻ സീറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ വാൻ്റെ എൻട്രി. നമുക്ക് 3 ഡോർസ് ഉണ്ട്. ലിറ്ററലി 4 ഡോർസ് ഉണ്ട്. ഒരു സ്ലൈഡ് ഡോറും ബാക്ക് ഡോർസും ആൻഡ് ഫ്രണ്ട് ഡോർസും. അപ്പം ഇനി നമുക്ക് അകത്ത് പോവാം. സ്ലൈഡ് ഡോർസ് ആണ് ഇതിൽ. അപ്പം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ 3 സീറ്റേഴ്സ് ആണ് ഉള്ളത് വിത്ത് സീറ്റ് ബെൽറ്റ്സ്. നമ്മുടെ കാനഡ റെഗുലേഷൻസ് വെച്ചിട്ട് കുട്ടികൾ ട്രാവൽ ചെയ്യുമ്പം കമ്പൽസറി ആയിട്ട് സീറ്റ് ബെൽറ്റ്സ് വേണം എന്നുള്ളത് വെച്ചിട്ട് ഞങ്ങൾ സീറ്റ് ബെൽറ്റ്സും അതിന്റെ നോംസും എല്ലാം ഫോളോ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 5 പേരുണ്ടല്ലോ, 5 പേര് എവിടെ കിടന്ന് ഉറങ്ങുന്നു എന്ന് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 3 സീറ്റേഴ്സിൽ ഒരാള് നമ്മുടെ ഒരു കുട്ടി ഉറങ്ങും. അതുപോലെ തന്നെ നമുക്ക് മുമ്പില് 2 സ്വൈവൽ സീറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ രാത്രിത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഈ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തിരിക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഈ സീറ്റ്സ് തിരിക്കാൻ പറ്റും. ഒരു മിനിറ്റ്. ഇതുപോലെ നമുക്ക് ഈ സീറ്റ്സ് ഫുള്ള് തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സീറ്റിനും ആ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇത് ചെയ്തതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3 പിള്ളേരായിട്ട് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് 3 2 ആൺകുട്ടികൾ ഒരു പെൺകുട്ടി ആകുമ്പോൾ അവരുടെ നടുക്കുള്ള പ്രശ്നങ്ങൾ അതും. അപ്പൊ ഇത് തിരിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് 2 ചവിട്ടോ ഇടിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാനുള്ള ആക്സസും ഇതിലുണ്ട്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് മാക്സിമം കംഫർട്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റഡും ഇറിറ്റേറ്റഡും ക്രാങ്കിയും എല്ലാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അവർക്ക് വേണ്ടിയിട്ടൊരു ഫുൾ സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് വിത്ത് ബുക്സ്, കളറിംഗ് പേപ്പേഴ്സ് ആൻഡ് പ്ലെയിൻ ബുക്സ് ആൻഡ് റീഡിംഗ് ബുക്സ്. ലൈബ്രറിയിൽ നിന്നും കുറെ ബുക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സും എല്ലാം വെച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് വാട്ട് വി ഹാവ് ഡൺ ഈ ഏരിയയിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വെച്ചിരിക്കുന്ന ഫുഡ് റെസ്റ്റ് അത് ആക്ച്വലി ഒരു സ്റ്റോറേജ് ആണ്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഷൂസ് ഉണ്ട്. ഈ 5 പേർക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഷൂസ് ഉണ്ട്. എസ്പെഷ്യലി വാട്ടർ ഷൂസ്, റണ്ണിങ് ഷൂസ്, അങ്ങനെ കുറെ ഷൂസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഇതിലാണ്. സോ ദാറ്റ് അത് എപ്പോഴും ഈസിലി ഓർഗനൈസബിൾ ആണ്. സോ ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഇവിടെ നമ്മുടെ ഷൂസും നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സും ചെറിയ ചെറിയ സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ സ്ഥലം നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഹിയർ. ഇവിടെ എല്ലാവരുടെയും ഷൂസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കമ്പാർട്ട്മെന്റിലും ആ സെയിം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഷൂസിന് വേണ്ടി മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാൻ നമ്മൾ തന്നെത്താൻ ഉണ്ടാക്കുമ്പം റോഡിൽ പോകുമ്പം നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ സീറ്റിന് അടിയിലാണ്. ഇങ്ങനെ ടോട്ട് ബോക്സിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. സോ എല്ലാം ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ ഉണ്ട്, പ്ലംബിംഗ് സാധനങ്ങളുണ്ട്, പിന്നെ ഡ്രിൽ ബിറ്റ്സും അതും ഇതും കുറെ സംഭവങ്ങളുണ്ട്. എനിക്ക് അതിനൊന്നും പേരറിയില്ല, പക്ഷെ അതെല്ലാം ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം, വിച്ച് ഇസ് മൈ ഫേവറേറ്റ് പ്ലേസ്. കിച്ചൺ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ മറന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബെഡിങ്സ്, പില്ലോസ്, ബ്ലാങ്കറ്റ്സ് ഇതെല്ലാം വെക്കുന്നത് ഈ ഏരിയയിലാണ്. ഇത് നല്ല വൃത്തിയായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. അതാണ് ഞങ്ങൾ അതിൽ പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല. സോ ഞങ്ങൾ എല്ലാം അതിൽ പോകും. ഞങ്ങൾ ക്വിൽസ്, പില്ലോസ് എല്ലാം ഇതിനകത്താണ് പോകുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ചോദിച്ചു പിള്ളേരുടെ ബങ്ക് ബെഡ്സ് ഒക്കെ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബീച്ച് എക്യുപ്മെന്റ്സ് എല്ലാം എങ്ങനെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പിള്ളേരുടെ ബങ്ക് ബെഡ്സ്. അത് ഈ സൈഡിൽ തന്നെ ഉണ്ട് വിത്ത് എന്താ പറയാ ബഞ്ചി വെച്ചിട്ട് അത് സുഖമായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഓടുമ്പോൾ അതിലൊരു ഒച്ചയും ബഹളവും ഒന്നുമില്ല. പിന്നെ ഞങ്ങളുടെ 5 പേർക്കുള്ള എന്താ പറയാ ബെൻ ജാക്കറ്റ്സും എല്ലാം ഇവിടെ നമുക്ക് വെക്കാനുള്ള ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദേ ഓൾ സ്റ്റേ ദർ. അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്റെ ഫേവറേറ്റ് പ്ലേസ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞങ്ങളുടെ കിച്ചൺ. ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? ഫുഡും ഉണ്ടാക്കാറുണ്ട്, കോഫി ഉണ്ടാക്കാറുണ്ട്, എല്ലാം ഇതിൽ വൃത്തിയായിട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾക്കൊരു റോഡ് ട്രിപ്പിൽ പോകുമ്പം എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം ഞങ്ങൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല.